നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാലക്കാട് BJPയുടെ ശോഭാ സുരേന്ദ്രന്റെ ഒരു ജാഥയുണ്ടായിരുന്നു, റാലി ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ശോഭാ സുരേന്ദ്രൻ വിജയശ്രീ ലാളിതയായി വരുന്ന ഒരു കാഴ്ച പോലെയാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളെല്ലാം ആവേശത്തിലാണ്, അണികളല്ല. അവിടുത്തെ പാലക്കാടുകാരായ ജനങ്ങളെല്ലാം ആവേശത്തിൽ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. രമേശ് പിഷാരടി തന്നാൽ കഴിയുന്ന വിധം മമ്മൂട്ടിയെ കാണിച്ചും അതുപോലെ തന്നെ കൊച്ചു പിള്ളാരെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും പോലെയാണ്. പാപ്പം വാങ്ങിത്തരാം, മിഠായി വാങ്ങിത്തരാം, ഭൂതത്തെ കാട്ടിത്തരാം, അല്ലെങ്കിൽ അവിടുത്തെ രാജാവിനെ കാട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് പിള്ളാരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. മമ്മൂട്ടിയെ കാട്ടിത്തരാം, മോഹൻലാലിനെ കാട്ടിത്തരാം, മമ്മൂട്ടിയെ വീഡിയോ കോൾ ചെയ്യിപ്പിച്ച് കാട്ടിത്തരാം എന്നുള്ള രീതിയിലാണ് പിഷാരടിയുടെ ഒരു തരത്തിലുള്ള ഈ വോട്ട് പിടുത്തം നടന്നു പോകുന്നത്. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPM-മായി ഡീലുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂട് പിടിപ്പിക്കുകയാണ്. ആരോപണം തള്ളിക്കളഞ്ഞ ശോഭാ സുരേന്ദ്രൻ തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യം എടുത്താണ് സതീശന്റെ പ്രതികരണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പാലക്കാട് CPM ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് CPM BJP ഡീലിന്റെ ഭാഗമായാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPM-നെ സഹായിക്കുമെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് വോട്ടുകൾ ചോരുമെന്ന ഭയമാണ് സതീശനുള്ളത്. കോൺഗ്രസ് പരാജയ ഭീതിയിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്തവരാണ്. സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ഒരു നിലപാടും പറയാത്തവരാണ് എതിരാളികളെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതേസമയം CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് V മുരളീധരൻ പറയുന്നു. ജയിക്കുന്ന സീറ്റുകൾ CPM-ഉം കോൺഗ്രസും ഘടകകക്ഷികൾക്ക് നൽകുന്നില്ലേ? CPM അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചേരി BJP-യിലില്ല. BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ ചേരി മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പിൽ BJP CPM കൂട്ടുകെട്ട് പരസ്യമായ രഹസ്യമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും പ്രതികരിച്ചു. പാലക്കാട് മാത്രമല്ല പലയിടത്തും ഈ കൂട്ടുകെട്ട് പ്രകടമാണെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. സിനിമാ സുഹൃത്തുക്കളെ പ്രചരണത്തിന് കൊണ്ടുവരില്ലെന്നും അവരെ സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കില്ലെന്നും പിഷാരടി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും രമേശ് പിഷാരടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയത്. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പ്രമുഖ ഹോട്ടൽ വ്യവസായി NMR റസാഖിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണയും സരിന് അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. NMR റസാഖിനെ സ്വതന്ത്രനായി നിർത്തുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളിലും നിഷ്പക്ഷ വോട്ടുകളിലും വിള്ളലുണ്ടാക്കാമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്.